തീർച്ചയായും അതാണ് അറിയേണ്ടത്. എത്ര വിട്ടുവീഴ്ചയ്ക്ക് യുക്രൈൻ തയ്യാറാകും എന്നുള്ളതാണ്. നമുക്കറിയാം, വലിയ പ്രഷറുണ്ട് സെലൻസ്കിക്ക്. വർഷങ്ങളായി തുടരുന്ന ഒരു യുദ്ധമാണ്. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുകയും വേണം. നിരവധി നിരപരാധികൾ, സാധാരണക്കാർ കൊല്ലപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ നമുക്ക് നേരത്തെ മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം, പുടിൻ മോദിയുമായി സംസാരിച്ചിരുന്നു. എന്തായിരുന്നു അലാസ്കയിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ പങ്കുവച്ചിരുന്നു. അത് മോദിയെ അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഇതിനിടയിൽ ഇന്ത്യ ചൈന വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ച അല്പസമയം മുമ്പ് അവസാനിച്ചു. അതിർത്തി തർക്കം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇരു രാജ്യങ്ങൾക്കും ഒന്നിച്ചു നീങ്ങാമെന്ന് എസ് ജയശങ്കർ വ്യക്തമാക്കി. നാളെ ചൈനീസ് വിദേശകാര്യമന്ത്രി യാങ് യി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടേക്കും. അജയ് സുധാ ബിജു ഉണ്ട്. അജയ്, നമുക്കറിയാം, അടുത്ത കാലത്തായി ലോകക്രമത്തിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളുണ്ട്. അവിടെ ഇന്ത്യ ചൈനയുമായി അടുക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെ തീരുവ നയമൊക്കെ വന്നതിന് ശേഷം ഏതാണ്ട് ആ തരത്തിലാണോ കാര്യങ്ങൾ? ഫലപ്രദമായ ചർച്ചകളാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത്? രഞ്ജിത്ത്, ഇപ്പോൾ നിലവിൽ ഒരു ഫലപ്രദമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് ഉച്ചയോടെയാണ് ചൈനീസ് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള യാങ് യി ഇന്ത്യയിലേക്ക് എത്തിയത്. അതിനുശേഷം വൈകുന്നേരം എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രശ്നം ഉൾപ്പെടെ ചർച്ചയായിട്ടുണ്ട്. പ്രധാനമായിട്ടും ചൈന അതിർത്തി പ്രശ്നങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും ഏതാണ്ട് 600-ലധികം സൈനികരെ രണ്ട് പക്ഷത്തും വിന്യസിച്ച് കടുത്ത രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ഇരു രാജ്യങ്ങളുടെ രണ്ട് പക്ഷത്തു നിന്നുള്ള സൈനികരെ പിൻവലിക്കുന്നതടക്കമുള്ള നടപടികൾ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രശ്നം രൂപപ്പെട്ടതിന് ശേഷം നടക്കുന്ന 24-ാം ഘട്ട ചർച്ചയാണ് ഇപ്പോൾ നിലവിൽ പൂർത്തിയായിട്ടുള്ളത്. 23-ാം ഘട്ട ചർച്ചകൾക്കായിട്ട് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബീജിംഗിലെത്തിയിരുന്നു. ബീജിംഗിൽ വെച്ച് നടന്ന ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നടന്ന ചർച്ചയെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നടത്തില്ല എന്ന് എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ ചൈന ബന്ധം അത് പരസ്പര സഹകരണത്തോടെയും പരസ്പര താല്പര്യങ്ങൾ സംരക്ഷിച്ചും പരസ്പര ബഹുമാനത്തോടെയും മുന്നോട്ട് പോകേണ്ടതാണെന്ന് എസ് ജയശങ്കർ അറിയിച്ചു. അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കം അത് രൂക്ഷമാകാതിരിക്കാൻ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ വേണമെന്നും അജിത് ഡോവൽ പറയുകയുണ്ടായിരുന്നു. എന്നാൽ ഈ ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ടിബറ്റൻ വംശജർ ഡൽഹി എംബസിക്ക് മുമ്പേ പ്രതിഷേധിക്കുന്ന സാഹചര്യം അത് വൈകുന്നേരത്തോടെ ഉണ്ടായിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ചർച്ച നാളെയും തുടരും എന്നുള്ളത്.